ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു ഫാക്ടറി വീഡിയോ ആണ് കേട്ടോ. ചപ്പാത്തി മേക്കിംഗ് ഫാക്ടറി വീഡിയോ ആണ്. അത് ഉണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഈ ഫാക്ടറി വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഫുഡ് സ്വാദിഷ് ചപ്പാത്തികൾ എന്ന ഒരു ഫാക്ടറിയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അകത്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫാക്ടറി കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ വീഡിയോസ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഫാക്ടറിയുടെ ഓണർ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തോട് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ആശയം തുടങ്ങാനുള്ളൊരു കാരണം? ഞാനൊരു 8 വർഷമായി തുടങ്ങിയിട്ട്. അപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ഇതിൽ നിന്ന് കഴിഞ്ഞപ്പം ഒരു മുദ്ര ലോൺ കിട്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതനുസരിച്ച് ഞാൻ തുടങ്ങി. ആദ്യം ചെറിയ രീതിയിലായിരുന്നു, പിന്നെ അത് വലിയ രീതിയിലേക്ക് വന്നു. നമുക്കിത് കടകളിലേക്ക് മാത്രമാണ്? കടകളിലേക്ക് സപ്ലൈ ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ ഓർഡർ അനുസരിച്ച് ക്യാൻറ്റീനിൽ, ഹോട്ടലുകളിലേക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കും. പിന്നെ ഇവിടെ വന്ന് കൗണ്ട് സെയിലുണ്ട്. അത് കുറച്ച് എത്ര നാളായി തുടങ്ങിയിട്ട്? 8 വർഷമായി. വിജയകരമായിട്ട് നമുക്ക് ആദ്യമേ ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ അല്ലായിരുന്നു, നേരത്തെ ടൗണിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് മാറ്റി തന്നെ. നമുക്കിപ്പോ ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഉള്ളത്? ഇവിടെ ചപ്പാത്തി ഉണ്ട്, പൂരിയുണ്ട്. പൂരി 2 ടൈപ്പ് ഉണ്ട്, വീടുകളിലേക്കുള്ള, ഹോട്ടലിലേക്കുള്ളതും. പിന്നെ ദോശമാവ്, ഇഡ്ഡലി മാവ്, പിന്നെ ഉണ്ണിയപ്പം. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാം എല്ലാ ദിവസവും ഉണ്ട്. ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേദിവസം ഓർഡർ ചെയ്താൽ ഡിസ്കൗണ്ട് ഒക്കെ തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കാം. ഞാൻ നമ്പർ ഞാൻ ഇതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓർഡേഴ്സ്, നമുക്കിപ്പോ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മുടെ ഓർഡേഴ്സ് ഇവിടെ മാത്രമാണ്. അത്യാവശ്യം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അപ്പൊ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫാക്ടറിയിലെ ബാക്കി കാര്യങ്ങൾ, നടപടികളൊക്കെ. അപ്പം ഇവിടെ അളവ് ഒക്കെ എടുത്തിട്ടാണ്, തൂക്കം നോക്കിയിട്ടാണ് ചേച്ചിമാര് പൊടിയൊക്കെ എടുത്ത് അളന്ന് അതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ പൊടി അളന്ന് മിക്സിംഗ് പാത്രത്തിലേക്ക്, മിക്സിങ് ചെയ്യുന്ന മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ മെഷീനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അത് ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ടായി വന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം, നമുക്ക് വീട്ടിലാണ് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൈ നനച്ച് കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇതിപ്പോൾ ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ല, ഇതൊരു 10-15 മിനിറ്റ് എടുക്കുന്ന പ്രോസസ്സാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇങ്ങനെ മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ചേച്ചിമാരോട് തന്നെ ചോദിക്കാം, എത്ര സമയം ആവും ഈ ഡോ ഒന്ന് ആയി വരാനെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഇത് എത്ര സമയം എടുക്കും ചേച്ചി? 15 മിനിറ്റ്. നമുക്ക് 15 മിനിറ്റ് ചേച്ചി 15 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിലും കുഴച്ചെടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പാത്രത്തിനിടയ്ക്ക് ഇട്ട്. അപ്പോൾ അതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഡോവ് അതിപ്പോൾ ഞാൻ ചോദിച്ചു, മെഷീൻ ഓഫ് ചെയ്തിട്ട് എടുത്താൽ പോരെ? അല്ല, ഇങ്ങനെ എടുക്കുന്ന അവനെ എളുപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് അടുത്തത് ബോളാക്കാനായിട്ട്, ഉരുളകളാക്കാനായിട്ട് വേറെ മെഷീനിലേക്ക് വെച്ച് കൊടുക്കാനേ. അത് കാണാൻ നല്ല രസമുണ്ടത്. അപ്പോൾ അതിങ്ങനെ ബോള് എല്ലാം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് വീഴുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ, അത് ഓരോ അളവുണ്ട്, ഒരു കൃത്യമായ ചപ്പാത്തിക്ക് ഇന്ന അളവ് എന്നുള്ള രീതിയിൽ ഓരോ ബോളും ഓരോ ഉരുളയും ഓരോ അളവ് കണക്കാക്കിയിട്ടാണ് കേട്ടോ മുറിച്ച് വരിക. അപ്പോൾ അത് എങ്ങാനും മുറിഞ്ഞ് വരുന്നതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ തിരിച്ചു തരത്ത് മേളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാറാണ് പതിവ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ചപ്പാത്തി പരത്തിയെടുക്കലാണ്. അപ്പോൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന മെഷീനിൽ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഉരുളകളാക്കി എടുത്തതെല്ലാം ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ചപ്പാത്തി നല്ല വലിയ വട്ടത്തിൽ ഇങ്ങനെ പരത്തി വന്ന് താഴേക്ക് വീണ് കഴിഞ്ഞു. ഇതിൻ്റെയും പുറകിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിങ്ങനെ കൃത്യമായിട്ട് വന്ന് വീഴുന്ന, നല്ല ഷേപ്പിൽ വന്ന് വീഴുന്ന കാഴ്ചകൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടോ, അതിങ്ങനെ വരുന്നുണ്ട്. അത് മിഷനിലൂടെ ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാവ് വരുന്ന സമയത്ത്, ചപ്പാത്തി ഉരുളകളായിട്ട് പരത്തി വരുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അതിൻ്റെ മേളിലേക്ക് പൊടി തൂവി കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ട ഒരു ബോക്സിൽ ചെറുതായിട്ട് പൊടി ഒന്നിട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് അത് പൊടി ഒന്ന് സ്പ്രെഡായി വരികയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീണ് കഴിയുമ്പോൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ വീണ് കഴിയുമ്പോഴേക്കും മടങ്ങിയിരിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോർത്തെടുത്തിട്ട് ചേച്ചിമാർ നല്ലോണം പൊടിയൊക്കെ തട്ടി മാറ്റി വെക്കുകയാണ്. എന്നിട്ടാണ് ഇത് പാക്കിങ്ങിലേക്ക് പോകുന്നത്. അത് പാക്ക് ചെയ്യാനായിട്ട് 10 എണ്ണം എടുത്തിട്ട് ഒന്നുകൂടെ തൂക്കി നോക്കിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരേ തൂക്കമാണ് വരിക.
അപ്പോൾ അത് പാക്കിംഗ് സെക്ഷനിലെത്തി. അത് നമ്മുടെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മെഷീൻ അന്ന് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു 300 അടുപ്പിച്ചെങ്കിലും ഹീറ്റ് വന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് സീലായി കിട്ടുള്ളൂ എന്നാണ് ചേച്ചിമാർ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ സീൽ ചെയ്ത് ഇത് ഇങ്ങനെ പറന്ന് വരുന്ന കാണാനും രസമുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോയും കൂടി നല്ല രസമായിട്ട് ഇങ്ങനെ വീഡിയോ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ. നല്ല നല്ല ചൂടുണ്ട് കേട്ടോ അതിന്. നന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം സെയിലിനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് സീലടിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മുടെ ഡേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ സീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് ഇപ്പുറത്ത് നല്ലൊരു മണം വന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴതായി ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോസ് ഫുള്ളായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കാരണം അത് കുഴയ്ക്കുന്നതും സമയത്തൊന്നും ഞാൻ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും അതിങ്ങനെ ചേച്ചി വറുത്ത് കോരി എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ ഇപ്പുറത്ത് വേറെ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നാൽ മാത്രമേ മുഴുവനായിട്ട് വെന്ത് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് എനിക്കും കിട്ടിയ ഒരു പീസ് ഉണ്ണിയപ്പം. അത് ഞാനൊന്ന് കഴിച്ചു നോക്കി. എൻ്റെ ചേച്ചിയാണ് കേട്ടോ പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉണ്ണിയപ്പം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഉണ്ണിയപ്പം പാക്ക് ചെയ്യാനൊക്കെ ഒന്ന് കൂടി കൊടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉണ്ണിയപ്പത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കലും ബാക്കി പരിപാടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ചപ്പാത്തി മേടിക്കാനായിട്ട് ഓർഡർ എടുക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. എന്നിട്ട് അപ്പോൾ അവിടെ നമ്മുടെ പണികൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയോടടുപ്പിച്ച് നമ്മുടെ ദോശമാവിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ഉഴുന്നരയ്ക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അന്നേരം ആദ്യം ഉലുവ ഇട്ടൊന്ന് അരച്ചെടുക്കുക എന്നുണ്ട്. ഉലുവ അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടത്തില്ലാത്തതുകൊണ്ട് ഉലുവ ഇട്ടൊന്ന് അരച്ചെടുത്ത് അരഞ്ഞ് വരുമ്പോഴേക്കും ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. നല്ല മഷി പോലെ അരഞ്ഞെടുക്കണമല്ലോ. ഉഴുന്ന് നന്നായിട്ട് പതഞ്ഞ് അരഞ്ഞ് വരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇളക്കി കൊടുത്ത് അരച്ചാൽ മാത്രമേ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് അരഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ അരഞ്ഞ മാവ് കൃത്യമായിട്ട് അതിലേക്ക് വന്ന് വീണോളൂ. ആ ബക്കറ്റിലേക്ക് വീഴും കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കാണിച്ചു തരാണ്. അത് അത്യാവശ്യം നല്ല മാവ് കട്ടിയുള്ളതുകൊണ്ടും കൂടിയാണ്. എന്നിട്ട് അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചേച്ചിമാർ അടുത്ത സെക്ഷൻ അരി അരയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചൗരി അരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ചൗരി ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. ചൗരി ഒന്ന് അരഞ്ഞ് വന്നപ്പോഴേക്കും വീണ്ടും നമ്മൾ വീട്ടിൽ ചോറൊക്കെ ഇട്ട് അരക്കില്ല, അതിന് പകരം അല്ലെങ്കിൽ ചാക്കരി ഇട്ട് അരക്കില്ല, അതിന് പകരമായിട്ട് എന്നിട്ട് അത് അരഞ്ഞ് വന്നു കഴിഞ്ഞാൽ പച്ചരി ഇട്ട് ചേച്ചി അരക്കുണ്ടായിരുന്നു. അപ്പോൾ പച്ചരി ഇട്ട് അരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് കണ്ണുകൾ ഇങ്ങനെ ചപ്പാത്തി വരുന്നത് നോക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പൂരി മേക്കിങ്ങിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പൂരി മേക്കിങ്ങിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടമാവിൻ്റെ കൂടെ എന്താണ് അവർ റവയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അവർ ക്രിസ്മസ് കിട്ടാൻ ആ റവയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് അവർ പൂരിക്കുള്ള ഇത് കുഴയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നേരത്തെ ഞാൻ അളവെടുക്കണം കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അളവെടുക്കുന്നതൊന്ന് കാണിച്ചാണ്. അപ്പോഴേക്കും ഇവിടെ ചേച്ചിമാർ അരച്ച് വെച്ച മാവ് ഉഴുന്നുമാവും അരിമാവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്താലാണ് കറക്റ്റായിട്ട് മിക്സിംഗ് ആയിട്ട് കിട്ടുക. നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവ് ഒരു പാക്കിംഗ് സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. ഒന്ന് പൊളിച്ച് മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പാക്കിംഗ് സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് ചേച്ചി ഇങ്ങനെ പാക്കിങ്ങിലേക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കണ്ട മെഷീനില്ലേ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാവ് കൃത്യമായിട്ട് അളവ് നോക്കി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മെഷീൻ ഉണ്ടല്ലോ, ഈ മെഷീൻ ഒരു പ്രത്യേകതയുണ്ട് പറയാം കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ സ്വന്തമായിട്ട് തന്നെ ഒരിടത്ത് കണ്ടിട്ട് പണിയിച്ചെടുത്ത മെഷീനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് മാവൊക്കെ സീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല റേറ്റ് പറഞ്ഞ സാധനമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചേട്ടന് അറിയാവുന്ന ഒരാളെ കൊണ്ട് പണിയിച്ചെടുത്തതാണ് കേട്ടോ മെഷീൻ. അപ്പോൾ ഈ മാവ് ഇങ്ങനെ എടുക്കാനായിട്ടുള്ള ഈ മെഷീനായിട്ട് അപ്പോൾ ഇത് നമ്മൾ അളവ് നോക്കി എടുക്കാനായിട്ട് താഴെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ച് വെച്ചിട്ടുണ്ട്. ഈ മെഷീൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ മാവെല്ലാം സീൽ ചെയ്തെടുത്തു. മാവിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പൂരിയുടെ കാര്യം വന്നത്. അപ്പോൾ പൂരിയുടെ ഞാനിങ്ങനെ ഓർത്തു ചെറിയ വലിപ്പ വ്യത്യാസം ഉണ്ടല്ലോ രണ്ടും തമ്മിൽ. അതെന്താണെന്ന് വെച്ചപ്പോൾ ആ സൈഡിലൊരു നോബുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിലാണ് വലിപ്പവും തിക്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് ഞാനിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ അല്ലെങ്കിൽ പൂരി ഇങ്ങനെ താഴേക്ക് 3 ലെയറിൽ കറങ്ങി വരുന്നത് കണ്ടുകൊണ്ടിരുന്നത്. ഉലകം ചുറ്റും വാലിബൻ പോലെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കറങ്ങി ചുറ്റി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. ഈ ഫാക്ടറിയുടെ എക്സാക്ട് ലൊക്കേഷൻ മൂവാറ്റുപുഴ ചാഴിക്കടവ് പാലം കഴിഞ്ഞിട്ട് ഈസ്റ്റ് ഹൈസ്കൂൾ റോഡ് വഴിയിട്ട് അടൂർ പറമ്പിലേക്ക് പോകുന്ന ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, വീഡിയോയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ എടുത്ത് നിങ്ങളുടെ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ വീണ്ടും ഇപ്പോഴും അവരുടെ പ്രോഡക്റ്റ് ഒക്കെ സെയിലിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോകളോട് നമുക്ക് വീണ്ടും വരാം. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.